ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണയും മുളക് പൊടിയും ഒട്ടും തന്നെ ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. ഈ ചിക്കൻ ഫ്രൈ കുട്ടികൾക്ക് ഒട്ടും തന്നെ എരിവൊന്നുമില്ലാതെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. നല്ലൊരു ഹെൽത്തി റെസിപ്പിയും കൂടിയാണിത്. ചിലർക്കെല്ലാം വറുത്തതും പൊരിച്ചതുമൊന്നും കഴിക്കാൻ പറ്റാത്ത പല രോഗങ്ങളും ഉണ്ടായിരിക്കും. അവർക്കെല്ലാം നല്ല ഹെൽത്തിയോടെ നല്ല ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണിത്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായി ഞാൻ ഇവിടെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ: 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ലെമൺ ജ്യൂസ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതിലോട്ട് ആവശ്യമായ ഉപ്പും ചേർത്ത് നല്ലതുപോലെ മസാല കുഴച്ചെടുക്കുക. അതിലോട്ട് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു അരമണിക്കൂർ അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് അതിൻ്റെ മസാല എല്ലായിടത്തും നല്ലതുപോലെ പിടിച്ചു കിട്ടുക. ഇതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലോട്ട് ചിക്കൻ ഓരോന്നായി നിരത്തി വെച്ച് കൊടുക്കുക. ഒട്ടും തന്നെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. എല്ലാതും നല്ലതുപോലെ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്യുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ചിക്കനുള്ള നെയ്യെല്ലാം ഇറങ്ങി നല്ലതുപോലെ ചിക്കനെല്ലാം വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ, ഇതുപോലെ ഇതിൽ ഒട്ടും തന്നെ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഓൾറെഡി ചിക്കനിലുള്ള നെയ്യെല്ലാം ഇറങ്ങി നല്ലതുപോലെ ഫ്രൈ ആയി വരും. ഇതുപോലെ ചെയ്താൽ നമ്മൾക്ക് നല്ല ഹെൽത്തിയായി തന്നെ ചിക്കൻ വറുത്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുളക് പൊടിയും ഒട്ടും തന്നെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ എരിവും ഉണ്ടാകുകയില്ല. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോഴത്തെ 5 മിനിറ്റിന് ശേഷം ഞാൻ മൂടിയെല്ലാം മാറ്റി. ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നമ്മൾക്ക് വളരെ ഹെൽത്തിയും വളരെയേറെ രുചികരവുമായ നല്ലൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണിത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കൂ. പിന്നീട് നിങ്ങൾ ഇതുപോലെ തന്നെയാകും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യമൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കുക. പിന്നെയെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. അപ്പോഴാണ് നല്ലതുപോലെ ഫ്രൈ ആയി വരുന്നത്. പലർക്കും ഇത് അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. വീഡിയോക്കുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.